ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയാണ്. കേരള പാഠാവലി പുതിയതായിട്ട് മാറിയ 2025 മാറിയ പാഠപുസ്തകമാണിത്. അതിൽ നമ്മൾ നോക്കുന്നത് ആദ്യത്തെ യൂണിറ്റായ ഭാഷ പൂത്തും സംസ്കാരം തളിർത്തും എന്ന യൂണിറ്റിലെ ആദ്യ ചാപ്റ്ററാണ് കഥകളതിമോഹനം. കഥകളതിമോഹനം എന്ന പാഠത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും, ചോദ്യോത്തരങ്ങൾ, ടെക്സ്റ്റ്, അതായത് ആ പാഠം കഴിഞ്ഞ് വരുന്ന ക്വസ്റ്റ്യൻസ്, പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഉത്തരങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുത്തിയ ക്ലാസ്സാണിത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഥകളതിമോഹനത്തിൻ്റെ ആസ്വാദനം വേണമെന്നുള്ളവർ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ അതിൻ്റെ ആസ്വാദനത്തിൻ്റെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് നോക്കാം കഥകളതിമോഹനം. അപ്പോൾ നമ്മുടെ യൂണിറ്റ് തുടങ്ങുമ്പോൾ ഭാഷ പൂത്തും സംസ്കാരം തളിർത്തും എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടി ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന കൃതി OV വിജയൻ എഴുതിയതാണ്. അതിലെ ഒരു ഭാഗം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ചു നോക്കുക. അതിനെ തുടർന്ന് നമുക്ക് തന്നിരിക്കുന്നത് കഥ മാത്രമല്ല, എല്ലാം വൈകാരികമായി അവതരിപ്പിക്കാൻ ഭാഷ വേണം, മാതൃഭാഷ വേണം, ചർച്ച ചെയ്യുക. മാതൃഭാഷയെക്കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കഥകളതിമോഹനം നോക്കൂ. കഥ പറയുമ്പോൾ കിളിയുടെ കണ്ണിൽ 100 വർണ്ണങ്ങൾ, ഭാഷയുടെ ചിറകിലും. ഇത് തുടങ്ങി കഥകളതിമോഹനത്തിൻ്റെ ആസ്വാദനവും പാഠത്തിൻ്റെ എക്സ്പ്ലനേഷനും നമ്മൾ വേറൊരു ക്ലാസ്സിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ ലിങ്ക് വേണ്ടവർ ഒന്ന് കമൻറ്റ് ചെയ്താൽ ലിങ്ക് തരാം കേട്ടോ. അപ്പോൾ ഇത് നമ്മളിതിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉൾപ്പെടുത്തിയ ക്ലാസ്സാണ്. നമുക്ക് നോക്കാം. ആദ്യ ചോദ്യം, പഞ്ചവർണ്ണ കിളിക്ക് കവി നൽകുന്ന വിശിഷ്ട ഭോജ്യങ്ങൾ എന്തെല്ലാം? അവയുടെ സവിശേഷത എന്ത്? കണ്ടെത്തി അവതരിപ്പിക്കുക. അപ്പോൾ പഞ്ചവർണ്ണ കിളിക്ക് കവി നൽകുന്ന വിശിഷ്ട ഭോജ്യങ്ങൾ എന്തെല്ലാമാണെന്നാണ് ചോദ്യം. ഉത്തരം നമുക്ക് ഇത് എഴുതുന്ന സമയത്ത് 2 വാക്കിലോ ഒന്നും എഴുതി അവസാനിപ്പിക്കാൻ പറ്റില്ല. എത്ര മാർക്കാണെന്ന് എപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നോക്കണം. ഇതിൽ മാർക്കൊന്നുമില്ല. സവിശേഷത എന്ത് എന്നൊക്കെ എടുത്തു ചോദിച്ചത് കൊണ്ട് ഒന്ന് വിശദീകരിച്ച് എഴുതണം. ഉത്തരം, ദ്രോണപർവം എന്ന അധ്യായത്തിൻ്റെ തുടക്കത്തിൽ കവി കിളിയെ സംബോധന ചെയ്യുകയും കിളിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. കിളിക്ക് കഥ പറയാനുള്ള ഊർജവും ആഗ്രഹവും ജനിക്കാൻ വേണ്ടിയാണ് കവി ഇപ്രകാരം ചെയ്യുന്നത്. കവിയുടെ കാതുകൾക്ക് കുളിർമയുണ്ടാകത്തക്ക വിധം കഥ പറയുന്നതിനാണ് കവി ഉദ്ദേശിക്കുന്നത്. കൊഴുത്ത പാൽ തിളപ്പിച്ച് പഞ്ചസാരപ്പൊടിയും മറ്റും ചേർത്ത് കുറുക്കി കുഴമ്പാക്കി ഒരു വെള്ളിപ്പാത്രത്തിൽ കവി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. കൂടാതെ കദളിപ്പഴം നന്നായി ഉടച്ച് തേൻ ചേർത്ത് ശർക്കര, വെല്ലം എന്നിവ ചേർത്ത് വേറെ വെച്ചിട്ടുണ്ട്. ഇവയെല്ലാം ഇഷ്ടം പോലെ ഭക്ഷിക്കാമെന്ന് കവി പറയുന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, കവി ഇവിടെ കൊടുക്കുന്ന ഇഷ്ടഭോജ്യങ്ങളുടെ പേരുകളാണ് നമ്മളിവിടെ പറഞ്ഞത്. കദളിപ്പഴം ഉടച്ചത്, അതുപോലെ പഞ്ചസാരപ്പൊടി ചേർത്തത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ദാഹം തോന്നുകയാണെങ്കിൽ കുടിക്കാൻ കരിക്കിൻ വെള്ളം, നീലക്കരിമ്പിൻ ചാറ്, പാൽ, തേൻ എന്നിവയുമുണ്ട്. പക്ഷികൾക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയ വിഭവങ്ങൾ തന്നെയാണ് കവി തെരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് വേണ്ടത് എന്തൊക്കെയാണ് വിശിഷ്ട ഭോജ്യങ്ങൾ എന്നാണ്. അപ്പം നമ്മൾ അതിനെ കുറച്ച് വിശദീകരിച്ച് എഴുതാൻ ശ്രമിക്കുക. അടുത്ത ചോദ്യം, കർണസുഖം ഞാൻ പറകയില്ലാരോടും. കർണന്റെ ഈ നിലപാട് വർത്തമാനകാല സമൂഹത്തിൽ എത്രമാത്രം പ്രസക്തമാണ്? വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഉത്തരം, ദുര്യോധനന്റെ അംഗരാജ്യത്തിന്റെ അധിപനാണ് കർണൻ. അസ്ത്രപ്രയോഗത്തിന്റെ കാര്യത്തിൽ അർജുനന് കിടനിൽക്കുന്ന വീരൻ. കേൾക്കാൻ ഇമ്പമുള്ള കാര്യങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താനൊന്നും കർണൻ ശ്രമിക്കാറില്ല. ആൾ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ആരെയും സുഖിപ്പിക്കാനൊന്നും നിൽക്കാറില്ല. ഭീഷ്മർ ശരശയിൽ വീഴാനിടയായപ്പോൾ പരാജയപ്പെട്ട് പിൻവാങ്ങാൻ ഒരുക്കമില്ലാതിരുന്ന ദുര്യോധനൻ കർണനോട് സേനാപതിയാകാൻ ആവശ്യപ്പെടുകയുണ്ടായി. ഈ അവസരത്തിലാണ് വീരനായ കർണന്റെ മഹത്വം നാം മനസ്സിലാക്കുന്നത്. തന്നേക്കാൾ വീരനും ഗുരുവുമായ ദ്രോണാചാര്യർ ഉള്ളപ്പോൾ മറ്റൊരാൾ സേനാപതിയാകുന്നതിനെ കർണൻ എതിർക്കുന്നു. ആരെയും പ്രീതിപ്പെടുത്താൻ വേണ്ടി ഒന്നും പറയാത്ത കർണന്റെ ഈ നിലപാട് ശ്ലാഘനീയമാണ്. തൻകാര്യം നേടാൻ വേണ്ടി എന്ത് അധർമ്മവും ചെയ്യാൻ യാതൊരു മടിയുമില്ലാത്ത സമൂഹവുമാണ് എക്കാലത്തുമുള്ളത്.
വർത്തമാന കാലഘട്ടത്തിൽ ഇത്തരം ആദർശങ്ങൾ കാത്തുസൂക്ഷിക്കുന്നവർ വളരെ വിരളമാണ്. കർണന് എളുപ്പത്തിൽ നേടിയെടുക്കാമായിരുന്ന സേനാപതിയുടെ സ്ഥാനം യാതൊരു നഷ്ടബോധവുമില്ലാതെ ത്യജിക്കാൻ കർണന് കഴിയുന്നു. അടുത്ത ചോദ്യം, നമുക്ക് 4 വരികൾ തന്നിട്ടുണ്ട്. പഞ്ചവർണ്ണ കിളി പെൺകിടാവേ, തെളിഞ്ഞെഞ്ചവി രണ്ടും കുളിർക്ക പറക നീ. കർണനും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ, കർണസുഖം ഞാൻ പറകയില്ലാരോടും. ചെവി രണ്ടും കുളിർക്ക പറക, കർണസുഖം എന്നീ പ്രയോഗങ്ങൾ ശ്രദ്ധിച്ചല്ലോ. കർണസുഖത്തെ വ്യത്യസ്തമായി ആവിഷ്കരിച്ചിട്ടുള്ള സന്ദർഭങ്ങളാണിത്. 2 സന്ദർഭങ്ങളിലും ആശയത്തെ വ്യത്യസ്തമാക്കുന്നത് എന്തെല്ലാം? സ്വാഭിപ്രായം സമർത്ഥിക്കുക. നിങ്ങളുടെ അഭിപ്രായമാണ് എഴുതേണ്ടത് ഇതില്. ഉത്തരം, കവി പഞ്ചവർണ്ണ കിളിയോട് തൻ്റെ 2 ചെവിയും കുളിർക്കത്തക്ക വിധം പറയാൻ ആവശ്യപ്പെടുന്നത് മഹാഭാരതം കഥ കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ്. മഹാന്മാരായ കഥാപാത്രങ്ങളുടെ വീരകഥകൾ കേട്ട് സന്തോഷിക്കാൻ സ്വാഭാവികമായും കവിക്ക് ആഗ്രഹം കാണുമല്ലോ. ഇവിടെ ചെവി കുളിർപ്പിക്കുക എന്നതിന് സന്തോഷിപ്പിക്കുക എന്ന സാമാന്യ അർത്ഥമേ ഉള്ളൂ. അപ്പൊ ചെവി കുളിർപ്പിക്കുക എന്നതിന് അർത്ഥം വരുന്നത് സന്തോഷിപ്പിക്കുക എന്നാണ്. എന്നാൽ കർണനോട് ദുര്യോധനൻ സേനാപതിയാകാൻ പറഞ്ഞപ്പോഴുള്ള കർണന്റെ പ്രതികരണത്തിൽ സാമാന്യത്തിൽ കവിഞ്ഞ ഒരു അർത്ഥതലമുണ്ട്. ഇവിടെ കർണസുഖം എന്നതിന് മറ്റുള്ളവരോട് തൻ കാര്യം നേടാൻ വേണ്ടി പറയുന്ന ഇഷ്ടവാക്ക് എന്നാണ് അർത്ഥം. കർണസുഖം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തി നേടുക, മറ്റുള്ളവരെ സുഖപ്പെടുത്തിയിട്ട് തൻ്റെ കാര്യം നേടുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. സാധാരണ മനുഷ്യരിൽ അന്തർലീനമായി കിടക്കുന്ന ഒരു സ്വഭാവമാണ് ഇത്. പക്ഷെ കർണനിൽ നിന്നും അത് പ്രതീക്ഷിക്കേണ്ട എന്നാണ് ഇവിടെ സൂചന. അടുത്തത് നമുക്ക് വരികളാണ്. കുഞ്ചൻ നമ്പ്യാരുടെ കല്യാണ സൗഗതികം എന്ന കൃതിയിലെയും എഴുത്തച്ഛൻ്റെ കൃതിയിലെയാണ്. അപ്പം നമുക്ക് നോക്കാം. ആദരാലെങ്കിലും കോരി വിളമ്പിയാൽ സ്വാദില്ലയെന്നു വരുമിനി നിർണയം. അടുത്തത് എഴുത്തച്ഛൻ്റെ വരികൾ. ചൊല്ലുന്നതുണ്ടു കനക്കെ ചുരുക്കി ഞാൻ. എഴുത്തച്ഛൻ്റെ ആണ്. മുകളിൽ നൽകിയ കവിവചനങ്ങൾ ഭാഷയുടെ ഏതെല്ലാം സവിശേഷതകളാണ് വ്യക്തമാക്കുന്നത്? കാവ്യഭാഗങ്ങൾ വിശദമാക്കി കുറിപ്പ് തയ്യാറാക്കുക. അപ്പം 2 പോയട്രിക് ലൈനിലും അല്ലെങ്കിൽ 2 കവിതാ വരികളിലും എന്താണ് പറയുന്നതെന്ന് ആദ്യം വിശദീകരിക്കണം. ആദ്യത്തെ നമുക്ക് നോക്കാം. കല്യാണ സൗഗന്ധികം ശീതങ്കൻ തുള്ളലിന്റെ മുഖവുരയായി കവി നടത്തുന്ന ഈശ്വരവന്ദനത്തിന്റെ അവസരത്തിലാണ് മേൽപ്പറഞ്ഞ വരികളുള്ളത്. കല്യാണ സൗഗന്ധികം കുഞ്ചൻ നമ്പ്യാരുടേതാണ് കേട്ടോ. കവി തൻ്റെ വായനക്കാർക്ക് കാവ്യം സമർപ്പിക്കുമ്പോൾ വായനക്കാരെ പരിഗണിക്കണം. അപ്പം നമ്മളൊരു കവിത എഴുതിയാൽ വായിക്കുന്ന വായനക്കാർ വേണമല്ലോ, വായനക്കാരെ പരിഗണിച്ച് വേണം അത് എഴുതാൻ. പ്രസക്തമല്ലാത്ത കാര്യങ്ങൾ അനാവശ്യമായി പറഞ്ഞാൽ വായനക്കാർ തന്നെ പരിഹസിക്കുകയും ബഹിഷ്കരിക്കുകയും ചെയ്യുമെന്ന് നമ്പ്യാർ സൂചിപ്പിക്കുന്നതാണ് സന്ദർഭം. അങ്ങനെ തന്നോട് കൂറു പുലർത്തുന്ന ആളുകളെ മുഷിപ്പിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല. ഭക്ഷണം കഴിക്കാനിരിക്കുന്ന ഒരാളുടെ പാത്രത്തിലേക്ക് ആഹാരം ആവശ്യത്തിലധികം വിളമ്പിയാൽ അതിന് രുചിയില്ലാത്തതായി അനുഭവപ്പെടുമെന്നാണ് കവി പറയുന്നത്. പഞ്ചസാര തന്നെ ആവശ്യത്തിൽ കൂടുതൽ ചേർക്കുകയാണെങ്കിൽ രുചി കുറയുമല്ലോ. ചുരുക്കത്തിൽ ഒരു സാഹിത്യ കൃതിയിലായാലും സംഭാഷണത്തിലോ പ്രസംഗത്തിലോ ആയാലും ഭാഷ പ്രയോഗിക്കുന്നത് മിതമായും ഔചിത്യദീക്ഷയോടും കൂടിയായിരിക്കണം. വാരിക്കോരി ഒന്നും പ്രയോഗിക്കാനോ ഒന്നും നമ്മൾ ഭക്ഷണകാര്യമാണെങ്കിലും ചെയ്യാനോ പാടില്ല. എല്ലാം മിതമായിട്ടാണ് ചെയ്യേണ്ടത്. ഇതാണ് കവിയുടെ വിവക്ഷ. ഭാഷാപരമായ മിതത്വം പാലിക്കേണ്ടത് കവിയുടെ ഏറ്റവും പ്രധാന ധർമ്മമാണ്. ചൊല്ലുന്നതുണ്ട് കനക്കെ ചുരുക്കി ഞാൻ എന്ന് കവി പറയുന്നത് ഈ അർത്ഥത്തിലാണ്. ആവശ്യത്തിലേറെ വലിച്ചു നീട്ടുകയോ പരത്തി പറയുകയോ ചെയ്താൽ ഭാഷയുടെ ജീവൻ തന്നെ ഇല്ലാതാകും. കനത്ത ആശയങ്ങൾ സംഗ്രഹിതമായി പറയുന്ന കവിയാണ് എഴുത്തച്ഛൻ. വളരെ വലിയ ആശയങ്ങളെ ചുരുക്കി പറയുന്ന ആളാണ് നമ്മുടെ എഴുത്തച്ഛൻ. അധ്യാത്മരാമായണം, മഹാഭാരതം, കിളിപ്പാട്ടുകൾ സൂക്ഷ്മമായി അപഗ്രഥിച്ചതാണ് ഈ കാര്യം ബോധ്യമാകും. അപഗ്രഥിച്ചാൽ എന്ന് മാറ്റുക കേട്ടോ. നമ്മളിതെല്ലാം വായിച്ചാൽ എഴുത്തച്ഛൻ്റെ പ്രാവീണ്യം നമുക്ക് പിടികിട്ടും.
അടുത്തത് നമുക്ക് ശ്രീ മഹാഭാരതം കിളിപ്പാട്ടിലെ സ്ത്രീപർവം തന്നിട്ടുണ്ട്. അതേപോലെ ദ്രോണപർവവും തന്നിട്ടുണ്ട്. മുകളിൽ നൽകിയ വരികൾക്കും പാഠഭാഗത്തിനും യോജിച്ച് താളം കണ്ടെത്തി അവതരിപ്പിക്കുക. കവിതയുടെ ഭാവത്തിനനുസരിച്ച് താളത്തിൽ വ്യത്യാസം വരുത്തേണ്ടതുണ്ടോ അത് ചർച്ച ചെയ്യുക. മുകളിൽ നൽകിയ കാവ്യഭാഗങ്ങളും പാഠഭാഗവും വിശകലനം ചെയ്ത് പ്രയോഗഭംഗി, ശബ്ദഭംഗി, വാങ്മയ ചിത്രങ്ങൾ തുടങ്ങിയവ കണ്ടെത്തി എഴുത്തച്ഛൻ കൃതികളിലെ വർണ്ണനയുടെ സവിശേഷതകളെക്കുറിച്ച് ഉപന്യാസം തയ്യാറാക്കുക. അപ്പോൾ എഴുത്തച്ഛൻ്റെതാണിത്. അപ്പോൾ എഴുത്തച്ഛൻ്റെ സവിശേഷത അതാണ് നമ്മൾ എഴുതേണ്ടത്. നമുക്ക് നോക്കാം. ആദ്യത്തെ നമുക്ക് തന്നിരിക്കുന്നത് മഹാഭാരതം കിളിപ്പാട്ടിലെ സ്ത്രീപർവമാണ്. അത് നോക്കാം. ഇവിടെ കവി സ്വീകരിച്ചിട്ടുള്ളത് കാകളി വൃത്തത്തിന്റെ ഈണവും താളവുമാണ്. കാകളി ഒരു പ്രസിദ്ധമായ കിളിപ്പാട്ട് ശീലാണ്. ഓരോ വരിയിലും 12 അക്ഷരം വീതം വേണം. ഒരേ കവിതയിൽ തന്നെ വ്യത്യസ്ത ഭാവങ്ങൾ കവി ആവിഷ്കരിച്ചുവെന്ന് വരാം. കവിതയുടെ ഭാവം മാറുന്നതിനനുസരിച്ച് താളത്തിൽ മാറ്റം വരുത്തുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അത് ചിലപ്പോൾ ആസ്വാദ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. ശോകം എന്ന ഭാവം ആവിഷ്കരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന താളം ആഹ്ലാദഭാവം ആവിഷ്കരിക്കുമ്പോൾ യോജിക്കുകയില്ല എന്ന കാര്യം വ്യക്തമാണ്. അപ്പോൾ നമുക്കിതിലെ ഉപന്യാസത്തിലേക്ക് പോവാം. ഒരു ലബ്ധപ്രതിഷ്ഠനായ കവിയെന്ന നിലയിൽ എഴുത്തച്ഛൻ്റെ വർണ്ണനകൾ ഏറെ പ്രശംസ പിടിച്ചു പറ്റിയിട്ടുണ്ട്. വർണ്ണനയുടെ മുഹൂർത്തങ്ങൾ അദ്ദേഹത്തിൻ്റെ കിളിപ്പാട്ടുകളിൽ ധാരാളമായി കാണാം. അപ്പം ഇത് നമ്മൾ എ ക്വസ്റ്റ്യൻ ബി ക്വസ്റ്റ്യൻ ആയിട്ട് എയിൽ നമ്മൾ മൊത്തത്തിലുള്ള കാര്യമാണ് പറഞ്ഞത്. ഇപ്പം ഇതിലാണ് കേട്ടോ നമ്മൾ രണ്ട് സ്ത്രീപർവവും ദ്രോണപർവവും കൂടി കമ്പയർ ചെയ്തിട്ടുള്ള ഉപന്യാസമാണിത്. അടിസ്ഥാനപരമായി ഒരു ഭക്തകവിയായിരുന്ന എഴുത്തച്ഛൻ ഈശ്വരന്റെ അപദാനങ്ങൾ വാഴ്ത്തുമ്പോൾ മികച്ച വർണ്ണനകൾ പിറവിയെടുക്കുകയാണ്. ഈശ്വരനാമങ്ങൾ മാല പോലെ കോർത്തിണക്കി നടത്തുന്ന അത്തരം വർണ്ണനകൾ ഭക്തി സംവർദ്ധകമാണ്. യുദ്ധം വർണ്ണിക്കാൻ തുടങ്ങുമ്പോഴാണ് എഴുത്തച്ഛൻ്റെ പ്രതിഭ മിന്നിത്തിളങ്ങുന്നത്. അർജുനൻ ഭഗദത്തനെ കൊല്ലുന്ന ഭാഗം ചിത്രീകരിച്ചിരിക്കുന്ന വരികളാണ് ചോദ്യത്തിൽ ഉദ്ധരിച്ചിട്ടുള്ളത്. കവിയുടെ യുദ്ധവർണ്ണനകളിൽ ഏറ്റവും മികച്ച ഒരു വർണ്ണനയാണ് ഇത്. ഏത് കാര്യവും നമ്മുടെ കൺമുന്നിൽ സംഭവിക്കുന്നത് പോലെ വർണ്ണിച്ച് ഫലിപ്പിക്കാനുള്ള കവിതയുടെ കഴിവ് അപാരമാണ്. സ്ത്രീപർവത്തിലെ ഗാന്ധാരി വിലാപത്തിന്റെ വർണ്ണന കരുണരസം കരകവിയുന്ന വിധമാണ് എഴുത്തച്ഛൻ അവതരിപ്പിച്ചിട്ടുള്ളത്. കഥകളതിസാഗരം എന്ന പാഠഭാഗത്ത് എഴുത്തച്ഛൻ്റെ വർണ്ണനാ പാടവം എത്രമാത്രം പ്രകടമാണ് എന്ന് പരിശോധിച്ചാൽ ഭാവവർണ്ണനയിലുള്ള കവിയുടെ മിടുക്ക് കണ്ട് നാം അതിശയിക്കാതിരിക്കില്ല. കിളിയെ വർണ്ണിക്കുന്ന ഭാഗം നോക്കുക. കവിയുടെ വാത്സല്യം വാരിക്കോരി ഒഴിച്ചിരിക്കുകയാണിവിടെ. സ്വന്തം മകളോടെന്ന പോലെയുള്ള സ്നേഹവും പരിഗണനയും കണ്ട് വായനക്കാർ സന്തുഷ്ടരാവും. കിളിയെ സംബോധന ചെയ്തിരിക്കുന്ന രീതി, കിളിക്ക് വച്ചു നീട്ടുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ, ഇവിടെയൊക്കെ വർണ്ണന ആരുടെയും മനം മയക്കും. ഈ അവസരത്തിൽ കവി പ്രയോഗിച്ചിരിക്കുന്ന പദങ്ങളും ബിംബകൽപ്പനകളും ഏറെ ഹൃദ്യമാണ്. കദളിപ്പഴവും ശർക്കരയും വെല്ലവും പാൽക്കുഴമ്പും ഒക്കെ കണ്ട് വായനക്കാരൻ്റെ നാവിലും കൊതിയൂറും. ഇങ്ങനെ വായനക്കാരെ കൂടി തൻ്റെ കർമ്മത്തിൽ പങ്കാളികളാക്കാനാണ് എഴുത്തച്ഛൻ്റെ വർണ്ണനകൾ പരിശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ എഴുത്തച്ഛനെ കുറിച്ചിട്ടാണ് ഇവിടെ കൂടുതലായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഉപന്യാസത്തിൽ അത് തന്നെയാണ് ഉൾപ്പെടുത്താൻ ക്വസ്റ്റ്യനിലും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഥകളിസാഗരത്തിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും നമ്മളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ആസ്വാദനം അതായത് ആ തന്നിരിക്കുന്ന വരികളുടെ ആസ്വാദനം വേണമെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക. ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.